കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ. പക്ഷെ പോയിട്ട് വരുമെന്ന് പറയുമ്പോഴേക്ക് ഇങ്ങനെ പോയിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ ലാസ്റ്റാണ് ട്വിസ്റ്റ്. അങ്ങനെ തലേ ദിവസം തന്നെ ബാഗെല്ലാം റെഡി. പിന്നെ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടിയത് കൊണ്ട് ബാഗെല്ലാം പിന്നെ എപ്പോഴേ റെഡി. ബാഗിൻ്റെ ഒക്കെ തന്നെ ഫ്ലവർ ബൊക്കെയും റെഡിയാക്കിയിട്ട് വെച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ ആയി ചെല്ലുന്ന എടുക്കങ്ങ് പോവാന്ന് ചെല്ലുന്നല്ലാണ്ട് പോകുന്നില്ല. അങ്ങനെ പോകുമ്പോഴത്തേക്ക് കാലിക്കട്ട് തന്നെ പിടിച്ച് സുബൈക്കത്തെ ട്രെയിനിൽ തന്നെ പോവാന്നിട്ട് നമ്മൾ ഏർലി മോർണിംഗ് റെയിൽവേ സ്റ്റേഷൻ എത്തി. 5:30-40 എന്തോ ഉള്ള ട്രെയിനിലാണ് നമ്മൾ പോയത്. ആ ടൈം ചൂസാക്കിയ കൊണ്ട് ഇരിക്കാൻ നേരെ സുഖസുന്ദരമായിട്ട് കഴിഞ്ഞിന്. അല്ലാങ്ങ് നിന്നിട്ട് പോകണ്ടേ വരട്ടി നമ്മ. അങ്ങനെ നീണ്ട 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മതാ കോഴിക്കോട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എക്സൈറ്റ്മെൻ്റ് എല്ലാം പീക്ക്. നമ്മൾ നിരിച്ചിട്ട് ഇത്ര പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ പോവാൻ ചെന്നല്ലാതെ എവിടെയെങ്കിലും ഒരിടത്ത് എത്തുമെന്നില്ലിട്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പ്ലാൻ പോകുന്ന അതെല്ലാം ഒരു വേറെ തന്നെ മജ്ജ തന്നെയല്ലേ. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കീഞ്ഞിട്ട് നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. സത്താറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. ഇവിടുത്തെ ഹൈപ്പ് പിന്നെ കുറേ കേൾക്കുന്നല്ലോ നമുക്ക്. അങ്ങനെ അടുത്തേക്ക് തന്നെ പോയി മസാല ദോശയും പൊടി ദോശയും എല്ലാം തിന്ന് കോഫിയെല്ലാം കുടിച്ച് ഫുള്ള് ചാർജ് ആക്കിയിട്ട് നേരെ ഇനി ഔട്ടിങ്ങിന് റെഡിയായി. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ കീഞ്ഞിട്ട് നമ്മൾ പോവാൻ ചെല്ലിയ സ്ഥലമാണ് SM സ്ട്രീറ്റിക്ക്. അങ്ങനെ ആടത്തേക്ക് ബൈ ചോദിച്ചിട്ട് പോയി. കാരണം നമ്മൾ നടന്നിട്ടാണ് പോയത്. ആടുന്ന് കുറച്ച് തന്നെ ഉള്ള എന്നിട്ട് നടന്നിട്ട് പോയി. അങ്ങനെ ആടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. നമ്മൾ കുറേ ലേറ്റാക്കാത്ത കാലത്ത് തന്നെ പോയ കൊണ്ട് കുറേ റഷ് ഒന്നും ഉണ്ടായിട്ട. നമുക്ക് മെല്ലെ സമാധാനത്തിൽ നോക്കിയിട്ട് പോകാനുള്ള അത്ര ആൾ തന്നെ അവിടെ ഉണ്ടായിനെ. പിന്നെ അവിടെ കുറേ നടന്നിട്ടും നോക്കിയിട്ടെല്ലാം ആയിട്ടിട്ട് ഒരു ചട്ടീൻ്റെ പീട കണ്ട്. ഇത് കാണുമ്പോൾ ഒബ്വിയസ്ലി തലക്ക് ഉമ്മാൻ്റെ ഓർമ്മ പോയത് കൊണ്ട് അവിടുന്ന് കുറച്ച് ചട്ടിയും മെങ്ങിയിട്ട് പിന്നെ നേരെ പോയത് ഈ ഒരു വാച്ചിൻ്റെ ഷോപ്പിലേക്ക്. ഈടെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് അളക്കിയിട്ട് വരാൻ മനസ്സ് വന്നിട്ടാകും ഞാൻ അതവിടെ സൈഡ് വെച്ചിട്ട് വന്ന് നോക്കാം എടുക്കണം വേണ്ടേന്ന് എല്ലിട്ട്. പിന്നെ ഒരു ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് വീണ്ടും നടക്കാനിറങ്ങി. നമ്മൾ ഈ കുറേ നാൾക്ക് ശേഷം കാണുന്ന കൊണ്ട് ചെല്ലാൻ കുറേ കഥ ഉണ്ടായി. അങ്ങനെ കഥയും പറഞ്ഞിട്ട് സമയം പോകുന്ന അറിയണ്ടേ നമുക്ക്. അങ്ങനെ ആടുന്ന് SM സ്ട്രീറ്റിൽ നിന്ന് നേരെ കീഞ്ഞിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പോയതാണ് ഗുജറാത്തി സ്ട്രീറ്റിക്ക്. ഗുജറാത്തി സ്ട്രീറ്റിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇതൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. കാം പ്ലേസ് എന്ന് ചെല്ലെങ്കിലും ഫസ്റ്റ് നമുക്കവിടെ ഒരു ഗുണ്ട വൈബ് വരുന്നുണ്ടായി. കാരണം ആരും ഇല്ല, കുറച്ച് പിള്ളേരുണ്ട്. അത് കാണുമ്പോൾ പേടിയാന്ന് ആൾക്കാരും. അങ്ങനെ ആടുന്ന് നമ്മൾ BM പോവാന്നെല്ലിട്ട് നടന്നോട്ട് വരുമ്പോൾ കണ്ട ഒരു സ്ഥലമാണ് ഇത്. അവിടെ കുറേ ആർട്ട് സ്റ്റുഡിയോ എല്ലാം ഉണ്ട്, ഫോട്ടോ എടുക്കാനുള്ള പ്ലേസും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു 1.5 മണിക്കൂർ ബാക്കിയായിന്. കോഴിക്കോട് പോയെങ്കിൽ എന്തായെങ്കിലും ഇവിടത്തേക്ക് പോകാൻ മറന്നിട്ടുണ്ടാവുക. നല്ലൊരു പ്ലേസ് അവിടെ. കുറേ ഇഞ്ചാലിയും കുറേ റൂമും ചെയറും അവിടെല്ലാം ഇരുന്നിട്ട് കുറേ പണ്ടത്തെ സാധനമെല്ലാം നോക്കിയിട്ട് പിന്നെ അവിടുന്ന് നേരെ കീഞ്ഞിട്ട് ഓട്ടോ പിടിച്ചിട്ട് പോയതാണ് ലുലു മോൾ. ഈ വീഡിയോയിൽ തന്നെ പോയിട്ട് വന്നത് ഫുള്ള് പിടിക്കാത്തത് കൊണ്ട് ബാക്കി പാർട്ട് 2 കാണാം. ബൈ.